അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥയുമായിട്ടാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആദ്യമായി സമ്പാദിച്ചത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ വീഡിയോ ഒരു പക്ഷേ കുഞ്ഞു മക്കളൊക്കെ കാണാൻ ഇടയാവുകയാണെങ്കിൽ അവർക്കൊരു മോട്ടിവേഷനും കൂടെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ് ദയവായിട്ട് ചെയ്യരുത്. ഓക്കെ. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം, സ്കൂൾ കൂട്ടിയ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കളിക്കൂട്ടുകാരെല്ലാം മലയുടെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, എവിടേക്കാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇന്നൊരു ചെറിയൊരു കാര്യമുണ്ട്, ഞങ്ങളൂടെ വരണോ ചോദിച്ചു. ശരി, എനിക്കിപ്പോൾ ഇവിടെ എന്താ വർക്ക്, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കൂടെ പതുക്കെ ഞാൻ അങ്ങനെ പോയി. അവിടെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു പാറയാണ്. ആ പാറയുടെ ഒരു ചെരുവിലായിട്ട് ഒരു വലിയൊരു പറമ്പുണ്ട് കേട്ടോ. ആ പറമ്പ് നിറച്ച് കപ്പ കൃഷിയാണ്. ആ കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പുറത്തു നിന്ന് വന്ന കുറേ ആളുകൾ അവിടെയുണ്ട്. അവർ ചെയ്യുന്നത്, കുറച്ച് ആളുകൾ ആ കപ്പയെല്ലാം പറിച്ചെടുക്കുന്നതാണ് കുറച്ച് പേരിനെ കണ്ടത്. കുറച്ച് പേരായിക്കോട്ടെ അതിനെ പറിച്ചിട്ട സ്ഥലത്ത് നിന്നും കൂടയിലാക്കി ചാക്കുകളിൽ കൊണ്ട് കുന്നോളം കൂട്ടി വെച്ചിരിക്കുക. കുറച്ച് ആളുകൾ കത്തിയൊക്കെ വണ്ടി അതിന് കുറച്ച് അപ്പുറത്തായിട്ടുള്ള റോഡ് തന്നെയുള്ളത്. അപ്പോൾ കുറച്ച് ആളുകൾ പോയി കത്തിനെ കറക്റ്റായിട്ട് വെക്കുക. പിന്നെ കുറേ കുട്ടികളൊക്കെ അവിടെയുണ്ട്. ഇവരിത് രാവിലെ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോഴാന്ന് പറഞ്ഞത്, ഇവിടെ ഒരു കുഞ്ഞു വർക്കുണ്ട്, വൈകുന്നേരം ആയാൽ പൈസ കിട്ടും. അങ്ങനെ ഒരാളോട് പറഞ്ഞു. അത് കാട്ടുതീ പോലെ അവിടെ എല്ലാ പരിസരങ്ങളിലും എത്തിയിരിക്കുന്നു. കാട്ടുതീ പോലെ വന്ന ആ വാർത്തയാണ് ഞാനും അവിടെ എത്താൻ കാരണമായത്. അവർ പറഞ്ഞത് വലിയൊരു കൂട കാണിച്ചു തന്നു. ആ കൂട മുഴുവനും കപ്പ തരാം, അതിനെ തൊലി കളഞ്ഞ് കുട്ടപ്പനാക്കി വെള്ള കളറാക്കി അവരുടെ കയ്യിൽ കൊടുത്താൽ ഒരു കൂടയ്ക്ക് 5 രൂപ. വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. അതിലുള്ള നിങ്ങൾക്ക് എത്ര കൂട ചെയ്യാൻ പറ്റണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുക. അങ്ങനെ ആ പരിസരത്തുള്ള എല്ലാ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും ഞാൻ ഉൾപ്പെടെ അവിടെ എല്ലാവരും ചാക്ക് വിരിച്ച് എല്ലാവരും ഓരോ ഭാഗത്തിരിക്കുക, ഒരു കൂട കൊണ്ടുവന്ന് കൊട്ടുക. അപ്പോൾ ഓരോരുത്തർക്ക് അവർ കൊട്ടിക്കൊടുക്കുമ്പോൾ അവർക്കറിയും ഇത്ര പേര് ഇത്ര ചെയ്തിട്ടുണ്ടെന്നുള്ള അവരെഴുതി വെക്കുന്നതുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ മാത്രം വീട്ടിലോട്ട് വരികയും ഓരോ ബോട്ടിൽ വെള്ളം കൊടുത്ത് തിരിച്ച് വേഗം ഞങ്ങൾ അങ്ങോട്ട് എത്തുകയും ചെയ്തു. കാരണം നമുക്ക് 5 മണി വരെ സമയമുള്ളൂ. അതിനുള്ളിൽ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ചിന്ത. അങ്ങനെ 5 മണിയായി. എൻ്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തർ 6 കൂട, 5 കൂട, 7 കൂട വരെയൊക്കെ ചെയ്തവരുണ്ട്. പക്ഷേ എനിക്ക് മാത്രം 3 കൂടേ ചെയ്യാൻ പറ്റുള്ളൂ. 15 രൂപ എനിക്ക് കിട്ടുകയുള്ളൂ. എങ്കിലും അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ജീവിതത്തിൽ സമ്പാദിക്കാം എന്നുള്ള ഒരു ടെൻഡൻസി, ആ പൈസ നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിച്ച പൈസ ഒരാളെ നമുക്ക് വെറുതെ തന്നതല്ല അല്ലേ. അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ, അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അതൊക്കെ വെയിലൊക്കെ കൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ അത് നമ്മുടെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുന്നത് നമുക്ക് മനസ്സിലാക്കിയ അവരിത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ കൊച്ചുമക്കളും അറിയുക, നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവർ വെയിൽ കൊണ്ടിട്ടും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് വേണം അവർ സമ്പാദിച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരുന്നതും. അപ്പോൾ പോലും അനാവശ്യമായിട്ട് ചിലവാക്കരുത്, അത്യാവശ്യമായിട്ട് ചിലവാക്കുക. അതുപോലെ അവരുടെ വില അറിയുക, മാതാപിതാക്കളെ സ്നേഹിക്കുക. ഒരിക്കലും ഏത് സാഹചര്യത്തിലും അവരെ കൈവിട്ട് കളയരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ചെറിയൊരു ജലദോഷം, ചുമയും പനിയൊക്കെ ഉള്ളത് കൊണ്ടാണ് സൗണ്ടൊക്കെ മാറിയിരിക്കണേ. ഓക്കെ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.